ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഈ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ ആഗ്രഹം. ഇത് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്തുകൊണ്ട് വാങ്ങിച്ചത്. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് അത് നിവർത്തി നോക്കി അത് മേത്തൊക്കെ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അതിൻ്റെ സ്ട്രൈപ്സിന് ഒരു പ്രത്യേക ഒരു ഡിപ്പുണ്ട്. അത് ശരിക്കും അതിനൊരു ട്രഡീഷണൽ ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് ഇട്ട് കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു പ്രത്യേക ഭംഗി വരും അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് വരുമ്പോൾ. ഞാനതിവിടെ 4 മടക്കിയിടാണ് കേട്ടോ. ഞാനൊരു എ ലൈനാണ് ചെയ്യണത്. എനിക്ക് ടൈം ഒട്ടുമില്ല. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, എ ലൈൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. നമുക്ക് അധികം ആർഭാടങ്ങളായിട്ട് ചെയ്യാനുള്ള സമയം എൻ്റെ കയ്യിലില്ല. എനിക്കിപ്പോൾ സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ആർഭാടത്തിനുള്ള സമയമൊന്നുമില്ല. പക്ഷെ എന്നാൽ കാണാൻ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് അതിൻ്റേതായ ഒരു ലുക്കൊക്കെ വേണമല്ലോ, അതെന്തായാലും വേണം. എന്നാൽ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനത് തുടങ്ങുന്നത് കേട്ടോ. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, പക്ഷേ ജസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു 6:45 ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു. തുണി 4 മടക്കിയിട്ടേക്കാണ്. 6:45 ഷോൾഡർ മാർക്ക് ചെയ്തു. അവിടുന്ന് നേരെ താഴോട്ട് ഒരു 7 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു. പിന്നെ എൻ്റെ ചെസ്റ്റ് അളവ് 8 അത് 8 മാർക്ക് ചെയ്തു. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഞാൻ അവിടെ കൊടുത്തു. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 13 ഇഞ്ചിൽ ഞാൻ എൻ്റെ വേസ്റ്റ് എടുക്കുകയാണ്. വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 7 എനിക്ക് വരുന്നത്. ഒരു ഇഞ്ച് കൂടി ഇട്ടിട്ട് തയ്യൽ തുമ്പും കൂടെ കൊടുത്തു. ഞാൻ എൻ്റെ അളവെന്ന് പറയുന്നത് അത്യാവശ്യം വണ്ണമില്ലാത്തവർക്കും ഒരു സ്മോൾ മീഡിയം യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന അളവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇനി നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കണം. ഈ ലൈൻസിനൊക്കെ നമുക്ക് ജോയിൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാൻ കൈക്കുഴി വരച്ചിട്ടില്ല. അപ്പോൾ കൈക്കുഴിയും കൂടെ നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. കൈക്കുഴി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഷോൾഡർ കൈക്കുഴിയുടെ ആ വര വരച്ചില്ലേ, അതിൻ്റെ സെൻറ്റർ പോർഷൻ കാണാം. അവിടെ നിന്ന് നേരെ താഴെ ഒരു കോർണറിൽ ഒരു വര വരയ്ക്കുക. ഒരു ഇഞ്ചിൽ വരച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈക്കുഴിയായി. കൈക്കുഴി വരയ്ക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത്, ഇതിനെ താഴോട്ട് ലെങ്ത്ത് എടുത്ത് ഫുൾ ലെങ്ത്ത് കിട്ടാവുന്ന രീതിയിൽ മാക്സിമം കിട്ടുന്നത്, അധികം വിടുത്തൊന്നുള്ള തുണിയൊന്നുമല്ല. അപ്പോൾ ഫുൾ നമുക്കത് ഒരു മാക്സിമം കിട്ടുമോ അതിനനുസരിച്ച് എടുക്കാൻ പാകത്തിന് വെച്ച് അങ്ങ് ചെരിച്ചിട്ട് വരച്ചു കൊടുത്താൽ അതിൻ്റെ താഴോട്ടുള്ള ലെങ്ത്തുമായി. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ എനിക്ക് 10 രൂപയ്ക്ക് ഒരു ലൈസ് കിട്ടി. മീറ്ററിന് 10 രൂപയുള്ളൂ അതിന്. അപ്പോൾ അന്നത് വാങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ മെറ്റീരിയൽ കൈ കിട്ടിയപ്പോൾ എന്ത് ആർഭാടം ചെയ്യുക, എങ്ങനെ ഇതിനൊന്ന് മെനയാക്കി എടുക്കുക. ഇത് ഓൾറെഡി മെനയാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലും ട്രഡീഷണൽ ലുക്കിന് പെർഫെക്റ്റ് സാധനമാണ് ഈ മെറ്റീരിയൽ കേട്ടോ. ഇതിന് മീറ്ററിന് 135 രൂപയൊക്കെ ആയിരുന്നു റേറ്റ് കേട്ടോ. ഇത് എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ആളൂർ കടയിൽ പോയപ്പോഴാണ് എനിക്കിവിടെ കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ആ ലേസ് വെച്ചൊന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കുറച്ചും കൂടെ ഒരു റിച്ച് ലുക്ക് തോന്നുന്നു. ഭയങ്കര ആർഭാടമൊന്നുമല്ല, ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ ഉള്ളൊരു ലുക്കിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ആർഭാടമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേറെ ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫംഗ്ഷൻ അല്ലെങ്കിലും ഡെയിലി വെയർ ആയിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അമ്പലത്തിൽ പോകണോ, പള്ളിയിൽ പോകണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണോ ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അധികം ആർഭാടില്ലാത്ത മിനിമലായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ കൈ ഞാനിവിടെ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 2.5 മീറ്ററിൻ്റെ അടുത്താണ് ഞാനിത് വാങ്ങിയേക്കണത് കേട്ടോ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈനിങ്ങും ഇതേ സെയിം മെത്തേഡിൽ തന്നെ വെട്ടിയിട്ട് മെയിൻ മെറ്റീരിയലിനോട് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. മെയിൻ മെറ്റീരിയലും ലൈനിങ്ങിൻ്റെയും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കൈക്കുഴിയുടെ ഭാഗം മാത്രം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് മറച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടിൻ്റെയും ചെയ്തെടുക്കണം. കൈക്കുഴി മാത്രമായിട്ട് ജോയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ഒന്നിച്ചിടുന്നില്ല, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഒരു വേസ്റ്റിൻ്റെ അവിടം വരെ ആ ഷേപ്പ് എടുക്കുന്ന ഭാഗം വരെ മാത്രമേ ഞാനത് ജോയിൻ ചെയ്ത് കൊടുക്കണുള്ളൂ. ബാക്കി അങ്ങോട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം. രണ്ടും കൂടെ ഒന്നിച്ച് ഇടണത് എനിക്ക് വലിയ താല്പര്യമില്ല. രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണതാണ് കുറച്ചും കൂടെ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളത് മറിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇനി അടുത്തത് ബാക്കിത്തെ ഒരു പാർട്ടും കൂടി ഉണ്ടല്ലോ, രണ്ട് പാർട്ട് ഉണ്ടാവില്ല, അതിൽ അടുത്തതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അതിനുശേഷം നെക്ക് ഞാൻ ഇപ്രാവശ്യം ചെയ്യാമെന്ന് വെച്ചേക്കണത്, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ട്, അത് കഴിഞ്ഞ് താഴത്തോട്ട് വരുംതോറും നല്ല വൈഡായിട്ട് വരുന്ന തരത്തിലുള്ള ഒരു ആലില കഴുത്താണ് ഞാൻ ചെയ്യണത് കേട്ടോ. ബാക്ക് സൈഡ് അധികം താഴോട്ട് ഞാൻ ഇച്ചിരി ഡീപ്പായിട്ട് ചെയ്യണോണ്ട്, ഫ്രണ്ട് ഭാഗം ഇച്ചിരി ഡീപ്പായിട്ട് ചെയ്യണോണ്ട് ബാക്കിൽ നെക്ക് ഞാൻ ഇച്ചിരി കയറിയിട്ട് 2 ഇഞ്ച്
1.5-2 ഇഞ്ചിൻ്റെ അടുത്തൊക്കെ എടുത്തിട്ടേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്തേക്കണേ. അപ്പോൾ നെക്ക് നമുക്കിവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ നെക്ക് അതുമ്പോൾ വെച്ച് മെയിൻ മെറ്റീരിയലിലേക്ക് വെച്ച് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കളയുക, ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് തിരിച്ചിടുക. അത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ രണ്ടിൻ്റെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് നെക്കൊന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ടൈപ്പ് നെക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യണതിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്തിടാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ലേസ് കേട്ടോ. 10 രൂപ ഇതിനുള്ളെങ്കിലും ഭയങ്കര ലുക്കാണ് ഇത് വെച്ച്. ജസ്റ്റ് ഞാൻ സേഫ്റ്റി പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്തോട്ട് മാത്രം എടുത്തോട്ടെ. അങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. എന്നിട്ട് ജസ്റ്റ് അത് അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണം. അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിന് ആ ചെറിയ ലേസ് ആണെങ്കിൽ ഇതിന് ചേരുന്നുണ്ട് കണ്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ക പെർഫെക്റ്റ് നല്ല ഭംഗിയിൽ അതിന് ആ ഡിസൈനിനോട് ചേരുന്നുണ്ട് ആ ലേസ് കേട്ടോ. ആ കളറും നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്ഫിറ്റ് അല്ല ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ അതുപോലെ ആയി കിട്ടി ശരിക്കും. കയ്യിൻ്റെ തുമ്പത്തേക്ക് ഞാൻ കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ കഴുത്തിൻ്റെ അവിടേക്ക് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് കയ്യിൻ്റെ തുമ്പത്തേക്ക് വെച്ചു. കണ്ടോ ഫൈനൽ ലുക്ക്. ഞാനിതിൽ സൈഡ് സ്റ്റിച്ച് ചെയ്യണതും അടിഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അത് ഫൈനൽ ലുക്ക് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കണേ. ഫൈനൽ ലുക്ക് നല്ല കിടിലനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പെർഫെക്ഷനിൽ നമ്മൾ മെറ്റീരിയൽ പോയി എങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമോ, നമ്മൾ റെഡിമെയ്ഡ് ടോപ്പ് എടുക്കില്ലേ അതുപോലെ അത്ര പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഞാൻ അടിച്ചിട്ടില്ല എന്നുള്ളത് സത്യം മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ സമയത്താണ് ഞാനത് അടിച്ചെടുത്തത്. എല്ലാം കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ അടിഭാഗം അടിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അതും കൂടെ അടിച്ചെടുത്തിട്ടു. ഇത് പാതിരാത്രിക്കാണ് ഞാനിത് സ്റ്റിച്ചിങ്ങൊക്കെ എൻ്റെ തീർന്നത്. ഞാൻ എന്നിട്ട് അപ്പം തന്നെ ഇട്ട് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾ ഇടുന്ന വീഡിയോ കൂടെ കാണിക്കണ്ടേ. വീഡിയോയും കൂടി ഒന്ന് കാണിക്കാൻ ഓർത്തതൊന്നും ഇട്ടതാണ് കേട്ടോ. ഞാനിത് തേച്ചിട്ടൊന്നുമില്ല. അതിന് ജസ്റ്റ് ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് തേച്ചെടുക്കാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പാതിരാത്രി ആയിരുന്നു. എക്സാമിന് പഠിക്കണം. അതിൻ്റെ ഇടയിലൊക്കെ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യണതല്ലോ. സ്റ്റിച്ചിങ് നമ്മൾക്കൊരു പാഷനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമയമൊക്കെ കണ്ടുപിടിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യും. അതാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതേ മോഡലൊന്ന് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.